ഇന്നത്തെ നമ്മളുടെ പരീക്ഷണം ഇത് വെച്ചിട്ടാവാം. ഇതെന്താണെന്നൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതാ ഈ സംഭവം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് എടുക്കുക, എന്നിട്ട് ഇതുപോലെയൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിന് ഇനിയും കട്ട് ചെയ്യണം. ഇത് നമ്മളൊരു ഫ്ലവർ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ ഐറ്റംസും പിന്നെ കാർഡ്ബോർഡും ഇതൊന്നും ഞാൻ കളയാറില്ല കേട്ടോ. അതെല്ലാം ഞാൻ എൻ്റെ റൂമിൽ ഒരു മൂലയ്ക്ക് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എപ്പോഴാണ് ക്രാഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ തലയിലേക്ക് വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ ബൾബ് കത്തുന്ന സമയത്ത് ടപ്പേന്ന് എടുക്കാൻ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ കയ്യിൽ വേണ്ടേ, അതിന് വേണ്ടി ഞാനൊരു മൂലയ്ക്ക് സൂക്ഷിച്ച് വെച്ചാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതാ ഇതിൽ കാണുന്ന പോലെ നമ്മൾ പെറ്റൽസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യുക. അപ്പോൾ ഇതാ ഇതുപോലെയൊക്കെ നമുക്ക് കിട്ടും. അതിന് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം, നടുവിലൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഞാൻ 2 കളേഴ്സിലാണ് ചെയ്തിട്ടുള്ളത്, യെല്ലോയും പിങ്കും. എന്നിട്ട് ഇതുപോലത്തെ ഒരു വുഡൻ സ്റ്റിക്ക് എടുക്കുക. അതിൻ്റെ അറ്റത്ത് ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒരു ബഡ് പോലെ ഉണ്ടാക്കി കൊടുക്കുക. ഭയങ്കര മടിയുള്ളത് കാരണം ഞാനത് റെക്കോർഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതാ ഇതുപോലെയൊക്കെ ആക്കുക. നമ്മൾ കളറൊക്കെ കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുക്കാം. എന്നിട്ട് ഈ സംഭവം നമ്മൾ ഈ ഫ്ലവറിൻ്റെ ആ നടുവിലെ ഹോൾ ഉണ്ടല്ലോ അതിലേക്ക് ഇറക്കി കൊടുക്കുക. അവിടെ നമ്മൾ ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ അതൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതാ ഇങ്ങനെയൊക്കെ നമ്മുടെ ഫ്ലവേഴ്സ് കിട്ടും. ഇതാണ് നമ്മളുടെ ഫ്ലവേഴ്സിൻ്റെ ഫൈനൽ ലുക്ക്. പക്ഷേ എനിക്കിത് എവിടെയും ഇട്ട് വെക്കാൻ വേണ്ടി ഒരു സാധനം എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ കയ്യിൽ പിടിച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് യെല്ലോ ഫ്ലവർ ആണോ അതോ പിങ്ക് ഫ്ലവർ ആണോ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആരും 10K ആകുമ്പോൾ നമ്മളുടെ ഗിവിൻ്റെ കാര്യം മറക്കണം. ഗിഫ്റ്റൊക്കെ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടുവെക്കാം.